കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടായിരുന്നു തോമസിന്റെയും ഭാര്യ ഏലിയാമ്മയുടെയും വീട്. കൂലിപ്പണിക്കാരനായ തോമസ് വളരെ കഠിനാധ്വാനിയായിരുന്നു. ഏലിയാമ്മയും പശുവിനെയും കോഴിയൊക്കെ വളർത്തി പാലും മുട്ടയും ഒക്കെ വിറ്റ് തനിക്ക് പറ്റുന്ന വിധം അവളുടെ ഭർത്താവിനെ സഹായിക്കുമായിരുന്നു. ഇവർക്ക് 3 മക്കളായിരുന്നു. മൂത്തവൾ ആലീസ്. പഠനത്തിൽ അത്രയ്ക്ക് മിടുക്കിയല്ലാതിരുന്ന ആലീസ് 10ാം ക്ലാസ്സിൽ തോറ്റു. അതോടുകൂടി തയ്യൽ പഠിക്കാനൊക്കെ പോയി ഇപ്പോൾ തയ്യൽ ജോലിയുമൊക്കെയായി മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തവൾ അലീന 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തവൻ ജോണിക്കുട്ടി 5ൽ പഠിക്കുന്നു. മക്കളെ നന്നായി പഠിപ്പിച്ച് നല്ല ജോലിയൊക്കെ കിട്ടും, തന്റെയും കുടുംബത്തിന്റെയും പ്രയാസങ്ങളൊക്കെ മാറി ഞങ്ങൾക്കും ഒരു നല്ല കാലം വരുമെന്നൊക്കെ സ്വപ്നം കാണുന്ന ഒരു സാധാരണക്കാരനായിരുന്നു തോമസും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. മൂത്ത മകളുടെ വിവാഹപ്രായമായപ്പോൾ അയാളെ കൊണ്ട് കഴിയും വിധം നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചയപ്പിച്ചു. മറ്റ് 2 കുട്ടികളെയും പഠിപ്പിച്ചു. രണ്ടാമത്തവൾ +2 പഠനത്തിന് ശേഷം അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് പഠനത്തിന് അഡ്മിഷൻ ലഭിച്ചു. ജോണിക്കുട്ടിയും പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും വളരെ സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. അലീനയുടെ നഴ്സിംഗ് പഠനം കഴിഞ്ഞു. അവൾ ജോലിയിൽ പ്രവേശിച്ചു. ആലീസിനൊരു മകളും ഉണ്ടായി. ജോണിക്കുട്ടി എഞ്ചിനീയറിംഗ് പഠിക്കാനായി ബാംഗ്ലൂരിലേക്ക് പോയി. തോമസിനും ഏലിയാമ്മയ്ക്കും പ്രായമൊക്കെ ആയി തുടങ്ങി. പഴയതുപോലെ അങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെയായി. വീട്ടിൽ അവർ 2 പേരും മാത്രമായി. എന്നാലും അലീന ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ വന്ന് നിൽക്കുമായിരുന്നു. ജോണിക്കുട്ടിയാണെങ്കിലും ലീവ് കിട്ടുമ്പോഴൊക്കെ കുറച്ച് ദിവസം അച്ഛന്റെയും അമ്മയുടെയും കൂടെ വന്ന് നിൽക്കും. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും എങ്ങനെയെങ്കിലും ഒന്നിച്ച് വീട്ടിൽ കൂടാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ വീട്ടിലേക്ക് ആ ദുരന്ത വാർത്ത വന്നെത്തി. ഒരു തൊണ്ടവേദനയായിരുന്നു തുടക്കം. ആദ്യമൊന്നും കാര്യമായിട്ട് എടുത്തില്ല. പിന്നീട് അലീനയോട് പറഞ്ഞു. അലീന അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വരുവാനായി ആവശ്യപ്പെട്ടു. ഡോക്ടറെ കാണിച്ചു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടറിന് തൊണ്ടയിൽ അസാധാരണമായ ഒരു വീക്കം തോന്നി. ഡോക്ടർ അത് കുത്തിയെടുത്ത് ബയോപ്സി ടെസ്റ്റ് ചെയ്യുവാനായി ആവശ്യപ്പെട്ടു. കുറച്ച് മരുന്നുകളൊക്കെ നൽകി വീട്ടിലേക്ക് അയച്ചു. ടെൻഷൻ അടിച്ചിരുന്ന ഒരാഴ്ചയ്ക്ക് ശേഷം തോമസിന്റെ പരിശോധനാ ഫലം വന്നു. തൊണ്ടയിൽ ക്യാൻസർ. തോമസിന്റെ ആരോഗ്യനില ദിനം പ്രതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏലിയാമ്മയാണെങ്കിലും തന്റെ ഭർത്താവിനെ കുറിച്ചോർത്ത് വളരെയധികം ദുഃഖിതയായിരുന്നു. തന്റെ ആരോഗ്യവും ശ്രദ്ധിക്കാതെയായി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം തോമസ് മരണത്തിന് കീഴടങ്ങി. അതിനിടയിൽ ജോലിക്കുട്ടിക്കും ബാംഗ്ലൂര് തന്നെ അത്യാവശ്യം ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടി. തോമസിന്റെ മരണത്തോടുകൂടി ഏലിയാമ്മ ഒറ്റയ്ക്കായി. മക്കളുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അലീന അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ലാബ് ടെക്നീഷ്യൻ മാത്യുവുമായി പ്രണയത്തിലായി. അവൾക്ക് മാത്യുവിനെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം അമ്മയോട് പറഞ്ഞു. ഭർത്താവിന്റെ ചികിത്സയും മരണവും എല്ലാമായി സത്യം പറഞ്ഞാൽ അവരുടെ പക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മൂത്ത മകളോടും മരുമകനോടും ജോണിക്കുട്ടിയോടും ഒക്കെ ഈ വിവരത്തെക്കുറിച്ച് സംസാരിച്ചു. എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി. അവരുടെ വീടും സ്ഥലവും വിറ്റ് കിട്ടുന്ന പണം 3 മക്കൾക്കും വീതിച്ചു നൽകുക. അലീനയുടെ ഷെയർ കൊണ്ട് അവളുടെ വിവാഹം നടത്താം. വിവാഹശേഷം അലീനയുടെയും ആലീസിന്റെയും കൂടെ ഏലിയാമ്മയ്ക്ക് മാറി മാറി നിൽക്കാം എന്നൊക്കെയായിരുന്നു തീരുമാനം. ഒടുവിൽ അവർ വീട് വിൽക്കുവാനും ഷെയർ എല്ലാവർക്കും വീതിച്ചു നൽകുവാനും തീരുമാനമായി. അലീനയുടെ ഷെയർ ഉപയോഗിച്ച് അവളുടെ കല്യാണവും നടത്തി. ഏലിയാമ്മ ആലീസിന്റെയും മരുമകന്റെയും കൂടെ താമസം തുടങ്ങി. ആദ്യ നാളുകളിലൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം മകളുടെയും മരുമകന്റെയും സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവർക്ക് താനൊരു ഭാരമാണെന്നും ഏലിയാമ്മ മനസ്സിലാക്കി. അങ്ങനെ ഏലിയാമ്മ അലീനയുടെ വീട്ടിലേക്ക് താമസം മാറി. ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു അവിടുത്തെയും അവസ്ഥ. ഇതിനിടയിൽ ജോണിക്കുട്ടിക്ക് UK പോവാൻ നല്ലൊരു അവസരം ലഭിച്ചു. അപ്പോൾ ഏലിയാമ്മ വിചാരിച്ചു, തന്റെ മകനൊരു നല്ല ജോലി കിട്ടിയാൽ ഒരുപക്ഷെ അവനൊരു വീടൊക്കെ വാങ്ങാനും തനിക്ക് അങ്ങോട്ട് മാറി താമസിക്കാനും മരുമക്കളുടെയും മക്കളുടെയും ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ ജീവിക്കാമല്ലോ എന്നൊക്കെ അവർ ഓർത്തു. പ്രായത്തിൻ്റെതായ എല്ലാ അസുഖങ്ങളും അസ്വസ്ഥതകളും അവർക്കുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ താനും തന്റെ ഭർത്താവും ചോര നീരാക്കി കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ തന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നോർത്തും തന്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്നും തനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് വീട് വിറ്റതെന്നുമൊക്കെ അവർ ഓർത്തു. എല്ലാം കൂടി ഓർത്തിട്ടും അസുഖങ്ങൾ കാരണവും അവരുടെ ആരോഗ്യനില ദിവസേന മോശമായിക്കൊണ്ടിരുന്നു. ഇതോടെ അലീനയ്ക്കും ഭർത്താവിനും ഏലിയാമ്മ വീട്ടിൽ നിർത്താൻ തീരെ താല്പര്യമില്ലാതെയായി. ജോണിക്കുട്ടിയും അവരെ വിളിക്കാതെയായി. ആദ്യ നാളുകളിലൊക്കെ ജോണിക്കുട്ടി വിളിക്കും, അമ്മയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുമായിരുന്നു. ഇപ്പോൾ അവനും വിളിക്കാറില്ല. മരുന്ന് വാങ്ങാൻ കൂടി പണമില്ലാത്ത അവസ്ഥ.
അങ്ങനെ മക്കളൊക്കെ കൂടി ഒരു തീരുമാനത്തിലെത്തി അമ്മയെ വല്ല വൃദ്ധസദനത്തിലും ആക്കാമെന്ന്. അങ്ങനെ ഒരു അവസ്ഥ തനിക്ക് വരുമെന്ന് ഒരിക്കൽ പോലും ഏലിയാമ്മ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. ഇതിലും ഭേദം മരണമാണെന്ന് വരെ അവർ ഓർത്തു. ഒരുപാട് പ്രാർത്ഥിച്ചു തന്റെ മക്കളുടെ തീരുമാനത്തിൽ മാറ്റം വരാൻ വേണ്ടി. പക്ഷെ ഒരു മാറ്റവും വന്നില്ല. അവർ ഏലിയാമ്മയെ ഒരു വൃദ്ധസദനത്തിലാക്കി. അതിനൊക്കെ കാരണം പറയാൻ അവർക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഏലിയാമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നാൽ തന്നെ പോലുള്ള ഒരുപാട് അമ്മമാരും അച്ഛന്മാരും അവിടെ ഉണ്ടെന്നുള്ള സത്യം അവർ മനസ്സിലാക്കി. ചിലരൊക്കെ മക്കളുടെയും മരുമകളുടെയും ഒക്കെ ഉപദ്രവം സഹിക്കവയ്യാതെ വീടിട്ട് ഇറങ്ങി വന്നവർ, മക്കൾ പട്ടിണിക്കിട്ടവർ, അങ്ങനെ ഒരുപാട് കഥകൾ അവർ ഓരോരുത്തർക്കും പറയാനുണ്ടായിരുന്നു. മക്കളും മരുമക്കളും പേരക്കുട്ടിയും ഒന്നുമില്ലെങ്കിലും അവിടെ ഏലിയാമ്മയ്ക്ക് ഒരുപാട് സഹോദരിമാരെയും സഹോദരന്മാരെയും ഭക്ഷണം കിട്ടി. കഴിക്കാനും ആരുടെയും കിടന്നുറങ്ങുവാനും ഒക്കെ ആട്ടും അവർക്ക് തുപ്പും കഴിഞ്ഞു. കേൾക്കാതെ ഒരു ദിവസം പോലും തൻ്റെ മക്കൾക്ക് എന്നെ ഒന്ന് വിളിക്കാനോ അമ്മയ്ക്ക് സുഖമാണോ ഒന്ന് ചോദിക്കാനോ ഒന്ന് വന്ന് കാണാനോ ഒന്നും വരാത്തതിൽ അവർ വളരെയധികം ദുഃഖിതയായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഏലിയാമ്മമാരെയും തോമസിനെയും പല സ്ഥലങ്ങളിലായി പല വൃദ്ധസദനങ്ങളിലും മറ്റു ചില നന്മയുള്ള മനുഷ്യരുടെ സഹായത്താൽ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടും സമാധാനത്തോടെ ഭക്ഷണം കഴിച്ച് ആട്ടും തുപ്പും ഒന്നും കേൾക്കാതെ ഉപദ്രവമൊന്നുമില്ലാതെ പേടിക്കാതെ കിടന്നുറങ്ങുന്നുണ്ടാവും. ചോര നീരാക്കി വളർത്തിയ മാതാപിതാക്കളെ നല്ല കാലം വരുമ്പോൾ അവർക്ക് ശാരീരികവും മാനസികവുമായി തളർച്ച വരുമ്പോൾ കൂടെ നിർത്തി സന്തോഷത്തോടെ മരണം വരെ നോക്കാതെ അവരുടെ ആയുസ്സും ആരോഗ്യവും നീരാക്കി അവർ സമ്പാദിച്ചതെല്ലാം കവർന്നെടുത്ത് അവരും വിഷമിപ്പിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം വിഷമിപ്പിച്ച് ഇതുപോലുള്ള വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന എല്ലാ മക്കൾക്കും നാളെ നിങ്ങൾക്കും ഇതേപോലൊരു കാലം വരുമെന്നോർത്താൽ നന്ന്. കണ്ണ് നിറയാതെ കേൾക്കാനും കാണാനും കഴിയില്ല ഇതേപോലുള്ള അമ്മമാരുടെ കഥകൾ. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരിക്കൽ പോലും ആ അമ്മ തൻ്റെ മക്കളെ ശപിച്ചിട്ടില്ല. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരമ്മയ്ക്ക് മാത്രമേ അതിന് കഴിയൂ.